ഹലോ ഓൾ. ഇന്നിവിടെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ സാറയാണ്. അമേരിക്കയിൽ നിന്നും സൈക്കാട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ. ഹലോ ഡോക്ടർ, ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ, നമ്മുടെ പേഷ്യൻറ്റിനെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് മൈത്തോമാനിയ എന്ന രോഗമാണ് എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ രോഗാവസ്ഥ എന്താണ് ഡോക്ടർ? മിതോമാനിയ അഥവാ പാത്തോളജിക്കൽ ലൈയിങ് എന്നത് ഗൗരവകരമായ ഒരു മാനസികാവസ്ഥയാണ്. ഒന്നുമില്ലാതിരുന്നിട്ടും എല്ലാം ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന സ്വഭാവം ഇവരിൽ വളരെ കൂടുതലായിരിക്കും. സാധാരണ ആളുകൾ നുണ പറയുന്നത് എന്തെങ്കിലും ലാഭത്തിനോ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ വേണ്ടിയാണ്. എന്നാൽ മിത്തോമാനിയുള്ളവർ നുണ പറയുന്നത് ഒരു കാര്യലാഭത്തിനും വേണ്ടിയല്ല. നുണ പറയുക എന്നത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ശീലമായി മാറിയിട്ടുണ്ടാകും. ഡോക്ടർ, എന്നാൽ നമ്മുടെ പേഷ്യൻ്റ് കാര്യലാഭത്തിന് വേണ്ടിയും നുണകൾ ഒരുപാട് പറയുന്നതായി കണ്ടുവരുന്നുണ്ടല്ലോ. അതും മിഥോമാനിയുമായി ബന്ധമില്ല. അത് മറ്റൊരു രോഗാവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രോഗിക്ക് ഒന്നിലധികം രോഗാവസ്ഥകൾ അഥവാ മൾട്ടിപ്പിൾ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തിയാണ്. ആ രോഗാവസ്ഥയെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട. ഇവരിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നായകൻ അല്ലെങ്കിൽ ഇര. ഇവർ പറയുന്ന കഥകളിൽ ഇവർ ഒന്നുകിൽ വലിയൊരു ഹീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ വലിയൊരു ഇരയായിരിക്കും. അതെ ഡോക്ടർ, ഈ പേഷ്യൻ്റ് എപ്പോഴും സ്വയം ബൂസ്റ്റ് ചെയ്താണ് സംസാരിക്കാറുള്ളത്. എല്ലാം എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഇവർക്ക് പബ്ലിക്കായി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന അറിവ് തീരെയില്ല. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഇണയെ പിച്ചുക, മാന്തുക, ഈവൻ കടിക്കുക എന്ന ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇണയുമായുള്ള ഒത്തുചേരൽ പോലും യൂട്യൂബ് ലൈവ് സ്ട്രീമിലൂടെ വിളിച്ചു പറയുന്ന അത്രയ്ക്കും തരം താഴ്ന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവണത കാണുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ പോകരുത്. പേഷ്യന്റ് വയലന്റ് ആകും. ഈ പറഞ്ഞ ബിഹേവിയറിന് കാരണം ഇതാണ്. അപകർഷതാബോധം അഥവാ ലോ സെൽഫ് എസ്റ്റീം. ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് തങ്ങളെക്കുറിച്ച് വലിയ കുറച്ചിൽ തോന്നിയിട്ടുണ്ടാകും. അത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് എനിക്കെല്ലാം ഉണ്ട് എന്ന് പുറമെ അഭിനയിക്കുന്നത്. ശ്രദ്ധ പിടിച്ചുപറ്റാൻ അറ്റൻഷൻ സീക്കിംഗ്. മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കണം, തന്നെക്കുറിച്ച് സംസാരിക്കണം എന്ന ആഗ്രഹം ഇവർക്കുണ്ടാകും. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. തങ്ങളുടെ നിലവിലെ ജീവിതം ബോറാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ തോന്നുന്നത് കൊണ്ട് ഒരു സാങ്കല്പിക ലോകം ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. ഇവരിൽ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് പിടിക്കപ്പെട്ടാലും കുലുക്കമില്ല. നുണയാണെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാലും ഇവർക്ക് വലിയ കുറ്റബോധമൊന്നും തോന്നില്ല. പകരം ആ നുണ മറയ്ക്കാൻ അവർ വേറൊരു നുണ അപ്പോൾ തന്നെ മെനഞ്ഞെടുക്കും. ഈ രോഗം മൂർച്ഛിക്കുമ്പോൾ ഇവർ സ്വയം വിശ്വസിക്കുന്നു. കാലക്രമേണ ഇവർ പറയുന്ന നുണകൾ സത്യമാണെന്ന് ഇവർ തന്നെ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഫോൾസ് മെമ്മറി. അപ്പോൾ ഈ പേഷ്യൻ്റ് പറയുന്ന നുണക്കഥകൾ സത്യമാണെന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടല്ലേ ഡോക്ടർ? ഈ കണ്ടീഷൻ അല്പം സീരിയസ് തന്നെയാണ്. ഇവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? കഴിവതും ഇവരുമായി ഇടപഴകാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, 1. തർക്കിക്കാൻ നിൽക്കരുത്. ഇത്തരം ആളുകളുടെ മുഖത്ത് നോക്കി നീ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അത് സമ്മതിക്കില്ല. പകരം ആ കള്ളം മറയ്ക്കാൻ അവർ കൂടുതൽ വലിയ നുണകൾ പറയും. അവരുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ സമയം കളയാനും മാനസികമായി തളരാനും മാത്രമേ ഉപകരിക്കൂ. 2. തെളിവുകൾ ചോദിക്കുക. ഇവർ പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. അവർ എന്തെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതെയോ എങ്കിൽ അതിന്റെ രേഖകൾ ഒന്ന് കാണിക്കാമോ എന്ന് ശാന്തമായി ചോദിക്കുക. അവർ പറയുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. 3. രേഖകൾ സൂക്ഷിക്കുക. ഇത്തരം ആളുകളുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളോ നിയമപരമായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വായ്മൊഴിയായി പറയുന്ന ഒന്നിനും വില കൽപ്പിക്കരുത്. എല്ലാം എഴുതി വാങ്ങുക. മെസ്സേജുകൾ, ഇമെയിലുകൾ, വോയിസ് റെക്കോർഡിംഗുകൾ എന്നിവ സൂക്ഷിക്കുക. പിൽക്കാലത്ത് അവർ വാക്കുമാറ്റുമ്പോൾ ഇത് ഉപകരിക്കും. 4. അതിരുകൾ നിശ്ചയിക്കുക. അവരുടെ സാങ്കല്പിക ലോകത്തേക്ക് നിങ്ങളെ വലിച്ചിഴക്കാൻ അനുവദിക്കരുത്. അവർ നുണ പറയുകയാണെന്ന് മനസ്സിലായാൽ എനിക്കിതിൽ താല്പര്യമില്ല എന്നോ സത്യം പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്നോ പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുക. 5. ഇത് അവരുടെ രോഗമാണെന്ന് തിരിച്ചറിയുക. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അവർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത്. അത് അവരുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവരുടെ നുണകൾ കേട്ട് വികാരഭരിതരാകുകയോ ദേഷ്യം, സങ്കടം എന്നീ വികാരങ്ങൾ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. നിർവികാരമായി നേരിടുന്നതാണ് ഏറ്റവും നല്ലത്. 6. ചികിത്സ നിർദ്ദേശിക്കുക. ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ്. അവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ തെറാപ്പിസ്റ്റിനെയോ കാണാൻ സ്നേഹത്തോടെ നിർദ്ദേശിക്കാം. എന്നാൽ മിക്കവാറും ഇവർ ചികിത്സയ്ക്ക് തയ്യാറാകാൻ മടിക്കും. ചുരുക്കത്തിൽ, ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത്
ഇവരുടെ നുണകളിൽ പെടാതിരിക്കാൻ നിങ്ങൾ സ്വയം ജാഗ്രത പാലിക്കുക എന്നതാണ്. സാധാരണ തള്ളൽ അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നത് ഇടയ്ക്കൊക്കെ പറയുന്നതാണ്. എന്നാൽ മിത്തോമാനിയ എന്നത് നുണ പറയാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ്. ഇത് ഒരു ചികിത്സ ആവശ്യമുള്ള മാനസിക പ്രശ്നമാണ്. മിത്തോമാനിയ മൈത്തോമേനിയ അഥവാ പാത്തോളജിക്കൽ ലൈയിങ് ഉള്ളവരുമായി ഇടപഴകുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അവരുടെ നുണകൾ തിരിച്ചറിയാനും അവരെ കൈകാര്യം ചെയ്യാനും നമ്മൾ നമ്മളെ തയ്യാറാക്കുക എന്നതാണ് ഉത്തമം. ഡോക്ടർ ഈ പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാളെ ഡോക്ടറിനെ എടുത്തിട്ട് അലക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഡോണ്ട് വറി, ഇതിനെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് എന്റെ ഗുരുനാഥൻ ഡോക്ടർ സണ്ണി വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഫോർ ഗീവിങ് യുവർ ടൈം. വ്യൂവേഴ്സ്, മറ്റൊരു വിഷയമായി ഡോക്ടർ ടൈമിൽ വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് യുവർ DD സൈനിങ് ഓഫ്. ബൈ.